അനുഗ്രഹിക്കപ്പെട്ട നിലയിലും ചില ഭാഗങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞു. നമ്മുടെ ബന്ധങ്ങൾ തകർക്കാനായിട്ട് പലപ്പോഴും നമ്മുടെ ചിന്താഗതിയും നമ്മുടെ ആറ്റിറ്റ്യൂഡും തെറ്റായ നിലയിൽ നമ്മളെ ആക്കി തീർത്തിട്ട്, നമ്മുടെ മനോഭാവം തെറ്റായ നിലയിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ മറ്റുള്ള വ്യക്തികളെ സംശയിക്കാനും അവർ നമുക്ക് വേണ്ടിയൊക്കെ എതിരെയൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊക്കെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാനും, അങ്ങനെ അത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിൽ കുന്നുകൂടുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള വ്യക്തികളോടുള്ള നമ്മുടെ പ്രതികരണങ്ങൾ തെറ്റായി തീരുകയും അങ്ങനെ കേവലം ജഡരക്തങ്ങളോട് പോരാടുന്ന നിലയിൽ നമ്മൾ പലപ്പോഴും ആയിത്തീരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ബന്ധങ്ങളിൽ ഇത്തരം സംശയവിചാരങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ ബന്ധങ്ങളെ തകർക്കുകയും, കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ ജോലിസ്ഥലത്തുള്ള ബന്ധങ്ങൾ, ഇതിനെയൊക്കെ തകർക്കുന്ന ഒരു പൈശാചിക ശക്തി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിസ്തുവിലല്ലാത്ത ചിന്താഗതികൾ നമ്മളിലേക്ക് പ്രവേശിക്കാനായിട്ട് പാടില്ല. നമ്മൾ ഉയരത്തിൽ നമ്മുടെ മനസ്സിനെ ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയും ഉയരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മുടെ മനസ്സിനെ സെറ്റ് ചെയ്യുകയും, അത് പ്രത്യേകിച്ച് പറഞ്ഞ് കർത്താവിൽ ഉയരത്തിലുള്ളതെന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള സ്വർണത്തിലോ വെള്ളിയിലോ ഒന്നും അല്ല, മറിച്ച് അത് ഉയരത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉള്ള ക്രിസ്തുവിലാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും, നമ്മൾ ആത്മീയമായിട്ട് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ട അനുഭവത്തിലാണെങ്കിൽ തന്നെ ശാരീരികമായിട്ട് നമ്മൾ ഭൂമിയിലാകുന്നത് കൊണ്ട് ശാരീരികമായ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ, എന്നാൽ അതിൻ്റേതായ പ്രാധാന്യമുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. അതേസമയം നമ്മുടെ വരുവാനുള്ള കൃപയിൽ നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കുകയും അങ്ങനെ ഉയരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് ഉറപ്പിക്കുകയും ചെയ്യണമെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഇന്നലെ എനിക്ക് സത്യത്തിൽ ചിന്തിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും സമയം കിട്ടാതെ പോയ ഒരു ഭാഗമുണ്ട്. അത് ഈ യജമാനന്മാരെക്കുറിച്ചും ഇവർക്ക് പറയുന്ന ഈ ഭാഗം, അതിൻ്റെ 3-ന്റെ അവസാന ഭാഗത്ത് അതിൻ്റെ 22-ാം വാക്യം, ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പിൻ, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടും കൊണ്ട് ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. ഞാൻ ആദ്യം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ സമയത്ത് വലിയൊരു പട്ടണത്തിലാണ്, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസൊക്കെയുള്ള, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന മണിപ്പാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യം ദൈവവേല ആരംഭിക്കുന്നത്. അങ്ങനെ അവിടെ ഒരു ഇംഗ്ലീഷ് വർഷിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വർഷങ്ങൾ അവിടെ ദൈവവേല ചെയ്യാനും കർത്താവിനെ സാക്ഷിക്കാനും സ്റ്റുഡൻസിൻ്റെ മധ്യത്തിൽ വളരെ ഇഫക്റ്റീവായിട്ട് ചില വേലകൾ ഞാൻ മാത്രമല്ല ഞങ്ങളുടെ സ്റ്റുഡൻറ്റ് ലീഡേഴ്സൊക്കെ കൂടെ ചേർന്ന് അവിടെ ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. അതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം. തുടർന്ന് അതിനടുത്തുള്ള പട്ടണങ്ങളിലും അവിടെ ബേസ് ചെയ്തുകൊണ്ടാണ് മറ്റു പല പട്ടണങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് ഇടയായി തീർന്നത്. നമ്മുടെ ഇത്രയും നേരം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, ഡോക്ടർ ജോസിനെയൊക്കെ പരിചയപ്പെടുന്നത് അങ്ങനെയാണ്. ഞാൻ അവിടെയുള്ള മെഡിക്കൽ കോളേജുകളിലൊക്കെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടാനിടയായി തീർന്നു. അങ്ങനെ അതാണ് ഇതിൻ്റെ തുടക്കം, ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ. എന്നാൽ തുടർന്ന് ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയത് ഒരു പട്ടണത്തിലെ വേല എന്നുള്ളതല്ല, ഗ്രാമങ്ങളിൽ പോയി ദൈവവേല ചെയ്യുക എന്നുള്ളതായിരുന്നു. ഞാൻ വേലയ്ക്ക് ഇറങ്ങിയ സമയത്ത് എൻ്റെ ഉള്ളിലുള്ള വലിയൊരു ആഗ്രഹം ഗ്രാമത്തിൽ പോകണം, ഗ്രാമങ്ങളിൽ പോയി ദൈവവേല ചെയ്യണം എന്നൊക്കെ ആയിരുന്നു. അപ്പം അതിനെ തുടർന്ന് ഞാൻ ആ വലിയ പട്ടണത്തിൽ നിന്നൊക്കെ മാറി ഒരു ഗ്രാമത്തിലേക്ക്, നമ്മുടെ ഭാഷകളൊന്നുമല്ല, വേറൊരു ഡയലക്റ്റ് സംസാരിക്കുന്ന തുളു എന്ന് പറയുന്ന ഇത് സംസാരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ അവിടെ കടന്നു വരികയും അവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുകയും ഈ ഭാഷയൊക്കെ പഠിച്ച് അവരോട് ആ നിലയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, എന്നാൽ വളരെ സുവിശേഷത്തോട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇന്ന് വായിച്ച ഭാഗത്ത് നമ്മൾ കാണും, ഞാൻ അതിൻ്റെ ഫുൾ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം ആദ്യം നമ്മൾ വായിച്ചത് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. ഈ ഭാഗത്തുനിന്ന് കർത്താവിൻ്റെ സാക്ഷി നമുക്ക് എങ്ങനെ ആകാം എന്നുള്ളൊരു ആസ്പെക്റ്റിൽ ഞാനത് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 2-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെ ഇഫക്റ്റീവായിട്ടുള്ളൊരു സാക്ഷ്യം നമുക്ക് വഹിക്കാം. ഞാനത് ഞാനായിട്ട് അതൊരു ടോപ്പിക് ആക്കിയതല്ല. ഞാനൊരു ഒരു ഇൻ്റർനെറ്റിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു ദൈവദാസൻ അതിനെപ്പറ്റി പറഞ്ഞേക്കുന്നത് ഹൗ ടു ബിക്കം ആൻ ഇഫക്റ്റീവ് വിറ്റ്നസ് ഫോർ ദ ലോഡ് എന്നതിനൊരു ടോപ്പിക് ഇട്ടേക്കുന്നത് കേൾക്കാനിടയായില്ല. എന്നാൽ തന്നെ അതൊരു വളരെ അർത്ഥവത്തായ കാര്യമാണ് എന്നെനിക്ക് മനസ്സിലാക്കാനിടയായി തീർന്നു. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ തന്നെ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിലും പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലും നമ്മുടെ മൊത്തം ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിലും പ്രാർത്ഥന വളരെ അത്യന്താപേക്ഷിതവും ഒഴിച്ചുകൂടാനാവാത്തതുമായിട്ടുള്ള കാര്യമാണ് എന്ന് നമുക്കറിയാം. അവിടെ പറയുകയാണ് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. ഇന്ന് അതിനുവേണ്ടി ധ്യാനിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ എന്ന് പറയുമ്പം
ബി വാച്ച്ഫുൾ ആൻഡ് താങ്ക്ഫുൾ എന്നുള്ളൊരു അർത്ഥത്തിലാണ് അത് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പം പ്രാർത്ഥിച്ച് ഒരു ആവശ്യം പ്രാർത്ഥിച്ചു, അതവിടെ അന്ന് പ്രാർത്ഥിച്ചതോടെ പ്രാർത്ഥിച്ച് അതങ്ങ് തീർക്കുന്ന ഒരു അനുഭവമല്ല. ഇപ്പം നമുക്കറിയാമല്ലോ, ഞാൻ എൻ്റെ ഒരു ആവശ്യം ഒരു വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയാം നിൽക്കട്ടെ, ഞാനത് നോക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്നേരമല്ല, അത് സമയമെടുത്ത് അദ്ദേഹം ആ കാര്യം എനിക്ക് ചെയ്തു തരും എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലും നമ്മൾ ഓർക്കണം, നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് ദൈവം ഒന്നുകിൽ യെസ് എന്നോ നോ എന്നോ അല്ലെങ്കിൽ വെയിറ്റ് എന്നോ ദൈവം നമുക്ക് ഉത്തരം തരും. അപ്പോൾ ഉടനെ നടന്നില്ല, ഉടനെ നമ്മൾ വിചാരിച്ച സമയത്ത് കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ അത് ദൈവം കേട്ടില്ല, ഞാൻ 2 വട്ടം പ്രാർത്ഥിച്ചു ഉപവസിച്ചു കേട്ടില്ല, ഇല്ല. പ്രാർത്ഥനയിൽ കാത്തിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പണ്ട് ഒരു ദൈവദാസൻ പ്രസംഗിച്ചത് ഇത്ര കടന്നുപോയി, എന്നാൽ തന്നെ എനിക്കതൊരു രസകരമായിട്ട് തോന്നി. അദ്ദേഹം പറയുക, ബെൻഹിന്നോം താഴ്വരയിൽ അസ്ഥികളെ കണ്ടിട്ട് എസെക്കിയേലിനോട് അവയോട് പ്രവചിക്കാനായിട്ട് പറയുക. അപ്പോൾ കാറ്റടിച്ചു, അത് ദൈവത്തിന് വലിയ മഹാസൈന്യമായി നിന്നു എന്ന് അവിടെ വായിക്കുക. അപ്പോൾ ഓരോന്നിലും ഈ ദൈവദാസൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഇടയ്ക്ക് വെച്ച് ചോദിക്കുക, അല്ല ഈ അസ്ഥികളും അങ്ങ് കഴിഞ്ഞപ്പം പിന്നെ ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ, അത് പിന്നെ അസ്ഥികൂടമായിട്ട് അവിടെ കിടക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്കതൊരു അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ തന്നെ ആ ഇൻ്റർപ്രിട്ടേഷൻ്റെ ആ രീതി എനിക്ക് ഒരു കാര്യത്തിൽ ഇഷ്ടപ്പെട്ടു. കാരണം പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഇനീഷ്യലായിട്ട് കർത്താവ് ഇതുപോലെ ഇന്ന കാര്യങ്ങളുണ്ട്, നീ അങ്ങ് മനസ്സുണ്ടെങ്കിൽ ചെയ്യില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് ഒരു മനുഷ്യനോട് പറയുന്ന രീതിയിലല്ല നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി കാത്തിരിക്കേണ്ടതും അവൻ ആ പ്രാർത്ഥനയുടെ ഉത്തരത്തിന് വേണ്ടി ജാഗരിക്കേണ്ടതുമായിട്ടുള്ള കാര്യം. കാരണം ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും അതിശക്തനായ വ്യക്തിയുടെ മുമ്പിൽ എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അത് അവൻ തക്ക സമയത്ത് എനിക്ക് ഉടുക്കാനുള്ളതും ഭക്ഷിക്കാനുള്ളതും ഞാൻ ചോദിക്കും മുമ്പേ എനിക്ക് വേണം എന്നറിയുന്ന എൻ്റെ കർത്താവ് എൻ്റെ ന്യായമായ ആവശ്യങ്ങളെയൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരാമെന്ന് പറഞ്ഞ എൻ്റെ കർത്താവ് ആ കാര്യം കേട്ടിട്ടുണ്ട്. അദ്ദേഹം അതിൽ ഇടപെടും, അദ്ദേഹം അത് നിശ്ചയമായിട്ടും ആ കാര്യത്തിൽ പ്രവർത്തിക്കാതിരിക്കത്തില്ല എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ഉത്തരത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ആവലോടെ കാത്തിരിക്കുന്ന ഒരു അനുഭവം കൂടെ ദൈവത്തിൻ്റെ പൈതലിന് വേണം. അല്ലാതെ നമുക്കറിയാമല്ലോ, എബ്രായർക്ക് എഴുതുന്ന ലേഖനത്തിൽ നമ്മൾ വായിച്ചു, വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ സ്വായത്തമാക്കുന്നവരുടെ അനുകാരികളായി തീരും എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ദീർഘക്ഷമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെയിറ്റിംഗ് എന്ന് പറയുന്നത്, ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ട് അതിനുവേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അതൊരു വിശ്വാസത്തിൻ്റെ പ്രകടനമാണ്. പ്രാർത്ഥിച്ച് അത് വിട്ടു, ഇനി ഞാൻ ആ ഇഷ്യൂ വിട്ടു, ദൈവത്തിന് വേണേ തരട്ടെ, ഇല്ലെങ്കിൽ ഇല്ല, കർത്താവ് നിന്റെ സന്നിധിയിൽ അത് കാരണം ദൈവസന്നിധി നമ്മുടെ ഹൃദയം ഏകാഗ്രമാക്കി വെക്കാനും ആ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ വേറൊരു നിലയിൽ ദൈവഹിതമല്ലാത്ത നിലയിൽ മറ്റു കാര്യങ്ങളെ ആശ്രയിക്കാതിരിക്കാനും നമ്മൾ ഈ കാത്തിരിക്കുകയും ദൈവസന്നിധിയിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അതൊരു ദൈവത്തിൻ്റെ വഴി തന്നെയാണ്. അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മളെ അത് ബലപ്പെടുത്തും. അതുകൊണ്ട് പറഞ്ഞേക്കാം, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ. പ്രത്യേകിച്ച് സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, പൗലോസിൻ്റെ ജീവിതം നമ്മൾ എടുത്തു നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. തൊട്ട് താഴെ നമ്മൾ വായിക്കുന്നു, സംസാരിക്കേണ്ട വണ്ണം സംസാരിപ്പാൻ. അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ റോമാലേഖനം വായിക്കുകയായിരുന്നു, അല്ല നമ്മുടെ വൈകുന്നേരം മീറ്റിങ്ങുകളിൽ പഠിക്കുകയായിരുന്നു. അപ്പം തന്നെ ഞാൻ പെട്ടെന്ന് ഇന്ന് വരെ ശ്രദ്ധിക്കാത്തതുപോലെ ഒന്ന് ശ്രദ്ധിച്ചു. കാരണം അദ്ദേഹം റോമയ്ക്ക് വരെ, രണ്ടാമത്തെ മിഷണറി യാത്രയിൽ റോമയ്ക്ക് വരെ, അഖായ എന്ന് പറയുന്നതും തെസലോനിക്ക എന്ന് പറയുന്നതും ഒക്കെയുള്ള മാസഡോണിയ എന്ന് പറയുന്ന സ്ഥലമൊക്കെ സത്യത്തിൽ അവിടുന്ന് കുറച്ച് ദൂരം പോയാൽ മതി റോമയിലെത്താനായിട്ട്. റോമിലേക്ക് പോകണം എന്നാണ് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും തെസലോനിക്ക വരെ വന്നില്ലേ, അഖായ വരെ വന്നില്ലേ, എന്നാൽ പിന്നെ ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ, ഒരു ബോട്ട് അല്ലെങ്കിൽ ഒരു കപ്പൽ പിടിച്ച് ചില ദിവസങ്ങൾ കൊണ്ട് അങ്ങോട്ട് എത്താവുന്ന ദൂരമേ ഉള്ളൂ, എന്നാൽ പിന്നെ അങ്ങോട്ട് പോയേക്കാം എന്ന് അല്ല അദ്ദേഹം ചിന്തിച്ചത്. അവിടെ പ്രത്യേകം റോമർക്ക് എഴുതുന്ന ലേഖനം 1-ാം അധ്യായത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവഹിതത്താൽ നിങ്ങളുടെ അടുക്കൽ വരേണ്ടതിന്. അപ്പോൾ ദൈവഹിതത്താൽ ദൈവത്തിൻ്റെ സമയമാണെന്ന് എനിക്ക് ഉറപ്പ് നൽകത്തക്കവണ്ണമുള്ള ഒരു നിർദ്ദേശവും ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ദൈവം എന്നോട് പോകാൻ പറയാത്തത് കൊണ്ട് ഞാൻ പോയില്ല. അല്ലെങ്കിൽ ദൈവം എനിക്ക് ഇതിനു മുന്നേ ദൈവം എൻ്റെ ഹൃദയത്തിൽ ഇടപെടുകയും ദൈവം അതിനുള്ള വഴി തുറന്നു തരികയും ചെയ്തിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു എന്നാണ് പൗലോസ് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ആ നിലവാരത്തിൽ ഒരു വാതിൽ എനിക്ക് തുറക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ എത്രമാത്രം, അല്ലെങ്കിൽ നമ്മളൊക്കെയാണ് പ്രോഗ്രാം ഇറ്റിനറി ഒക്കെ ഉണ്ടാക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ ആസിയയിലേക്ക് പോകരുതെന്ന് പറഞ്ഞാലൊന്നും നമ്മൾ സമ്മതിക്കുകയോ, അതെനിക്ക് വെറുതെ തോന്നിയതായിരിക്കും, ആസിയയിലേക്ക് പോകാൻ തന്നെയാണ് എൻ്റെ എന്ന് പോയേനെ. എന്നാൽ
താൻ സുവിശേഷ വേല ചെയ്യാൻ സർവ്വതാ സന്നദ്ധനായിരിക്കുന്ന സാഹചര്യത്തിലും പരിശുദ്ധാത്മാവിനെ നടത്തിപ്പിനെയും പരിശുദ്ധാത്മാവ് തന്നോട് പറയുന്നതിനെ എത്രമാത്രം താൻ ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് മാനുഷികമായിട്ടൊരു സ്കോപ്പ് ഉണ്ടെന്നുള്ള നിലയ്ക്ക് ഒരു സ്ഥലത്തേക്ക് കടന്നു പോവുകയല്ല. നമ്മൾ സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ, സുവിശേഷം അറിയിക്കുന്നതിനുള്ള ബന്ധത്തിൽ ദൈവം തന്നെ ചില വാതിലുകൾ തുറന്നു തരേണ്ടത് വളരെ ആവശ്യമാണ്. കർത്താവെ, നീ തുറക്കാത്ത വാതിലാണെങ്കിൽ അത് എത്ര ശ്രേഷ്ഠമെന്നോ എത്ര സാധ്യതകളുള്ളതാണെന്ന് തോന്നിയാൽ പോലും ആ വഴിക്ക് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പറയാനായിട്ട് കഴിയണം. അപ്പോൾ അവിടെ പൗലോസ് അവിടെ പറയുന്ന പ്രാർത്ഥനയുടെ ആവശ്യം അതാ. കാരണം വാതിൽ തുറന്നു തരപ്പെടേണ്ടതിന് ദൈവഹിതപ്രകാരം ദൈവാലോചന അനുസരിച്ച് ഉള്ള വാതിലുകൾ തുറക്കപ്പെട്ടില്ലെങ്കിൽ ഈ സുവിശേഷ വേല നടക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഈ ദിവസങ്ങളിൽ പല കാര്യങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോഴും കർത്താവെ, മുന്നോട്ട് പോകാനുള്ള വാതിൽ നീ തുറന്നു തരണമേ, നീ കാണിച്ചു തരണമേ, കടന്നു പോകേണ്ട സാഹചര്യം നീ കാണിച്ചു തരണമേ, ദൈവികമായിട്ടുള്ള ഒരു ഡിവൈൻ ഇൻ്ററപ്ഷൻ അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻ ഈ വിഷയങ്ങളിൽ ഉണ്ടാകണമേ കർത്താവേ. കേവലം ഞാൻ മാനുഷികമായിട്ട് ചിന്തിച്ചാലോചിച്ച് മുന്നോട്ട് പോകുന്ന അനുഭവത്തിൽ എന്നെ നടക്കാനായിട്ട് നീ ഒരിക്കലും ഇടയാക്കരുത് എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എന്ന് മാത്രമല്ല, അതിനേക്കാളും വളരെ വ്യക്തമായ കാര്യമാണ് വായ തുറക്കുമ്പോൾ സംസാരിക്കേണ്ടും വണ്ണം സംസാരിക്കേണ്ടതിന്. പൗലോസ് അപ്പോസ്തലൻ്റെ പ്രസംഗങ്ങളെ ഒന്നും വിലയിരുത്തി അത് പരാജയമാണ് വിജയമാണെന്നൊന്നും പറയാനൊന്നും നമ്മളാരും യോഗ്യരല്ല, നമുക്കാർക്കും അത് കഴിയത്തുമില്ല. നമ്മൾ പറഞ്ഞാലോട്ടോ അത് അധിക പ്രസംഗമായി പോകത്തേ ഉള്ളൂ. അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. എന്നാൽ തനിക്ക് തന്നെ അത് വിലയിരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അദ്ദേഹം എഫേസ്യരുടെ ലേഖനത്തിലും പറയുന്നുണ്ട്, എനിക്ക് ബന്ധനകാരണമായ ഈ സുവിശേഷം. അപ്പോൾ നമ്മളൊക്കെ പറഞ്ഞതിനെ ഇത്രയും നാൾ സുവിശേഷ വേല ചെയ്തു, അവസാനം വന്നതേണ്ട ജയിലിൽ കിടക്കുന്നു, ഇപ്പം എന്നെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല, ഞാൻ എൻ്റെ മക്കളെ ആരെയും ഈ വഴിക്ക് വിടത്തില്ല, കാരണം ഇതാണ് സുവിശേഷ വേലയെങ്കിൽ പിന്നെ എന്തിനാ? ഒരു സർവേയും കൂടെ ഉണ്ട്. പല ദൈവദാസന്മാരുടെയും മക്കൾ സുവിശേഷ വേലയിലില്ല. ഞാനും എൻ്റെ മക്കളെയൊക്കെ പ്രതിഷ്ഠിച്ചിട്ടും സമർപ്പിച്ചിട്ടും ഒക്കെ ഉണ്ട്. ഇതുവരെ ആരും അതിന് പോസിറ്റീവായിട്ടുള്ള ഒരു സൈൻ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, കാണിച്ചിട്ടില്ല. കാരണം അവരുടെ ചെറിയ പ്രായമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ബൈബിൾ കോളേജിലോ പറഞ്ഞു വിട്ട് വല്ല ഒരു BDയോ MTHോ വല്ല എടുപ്പിച്ചാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. ബട്ട് ഇവന്മാർ പോകണ്ടേ? അപ്പം അത് നോക്കണം. ഇവിടെ നമ്മൾ വായിക്കുന്ന കാര്യം, ഞാൻ പ്രസംഗിക്കേണ്ടും വണ്ണം സംസാരിക്കേണ്ടതിന് വേണ്ടി, വളരെ ആപ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാമല്ലോ, ഈ പ്രസംഗം എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധയോടെയും അത് എനിക്കുള്ള അറിവ് മുഴുവൻ പ്രകടിപ്പിക്കാനോ ഒന്നുമുള്ള സ്ഥലമല്ല. ദൈവം ഇന്ന് രാവിലെ എന്നെക്കൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും അവൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ തരുന്നതുമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കാവൂ. എനിക്കറിയാവുന്നത് മുഴുവൻ വിളമ്പാനുള്ള ഒരു സ്ഥലമല്ല ദൈവം എനിക്ക് ഒരുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഓരോ അവസരങ്ങളും ദൈവത്തിൽ ആശ്രയിച്ച് സംസാരിക്കേണ്ടും വണ്ണം സംസാരിക്കാൻ, ബന്ധനകാരണമായ ഈ സുവിശേഷത്തിൻ്റെ മർമ്മം വെളിപ്പെടുത്തുവാനായിട്ട് വാതിൽ തുറന്ന് ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. എഫേസ്യരുടെ ലേഖനം 6-ാം അധ്യായം 19-ാം വാക്യത്തിലും ഇതേ കാര്യം നമ്മൾ കാണുന്നുണ്ട്. ഞാൻ സംസാരിക്കേണ്ടും വണ്ണം പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിന് എന്നാണ് അവിടെ എഴുതിയേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നോക്കിയാട്ടെ, അപ്പോൾ ദൈവം സഹായിച്ചില്ലെങ്കിൽ എത്ര അറിവും എത്ര പ്രിപ്പറേഷനും ഉണ്ടെങ്കിലും ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. കർത്താവ് നമ്മുടെ നാവിൽ വാക്കുകളെ തരികയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ മർമ്മങ്ങൾ തരികയും സംസാരിക്കേണ്ട കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയും സംസാരിക്കരുതാത്ത കാര്യങ്ങൾ നാവിൻ്റെ തുമ്പ് വരെ വന്നാൽ പോലും വേണ്ട, അത് നീ ഇപ്പോൾ പറയണ്ട എന്ന് നമ്മളോട് പറയുകയൊക്കെ ചെയ്യുന്നത് ഈ ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് എന്നോർത്ത്, സുവിശേഷ വേലയുടെ രഹസ്യത്തെ ഓർത്ത്. അതുകൊണ്ട് എന്തൊക്കെ പ്രിപ്പറേഷനും അറിവും കഴിവും ഉണ്ടെങ്കിലും കർത്താവെ, ഒന്നും അറിയാത്തവനെ പോലെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു എന്ന് പറയുക. അപ്പം ആദ്യം പ്രാർത്ഥന, രണ്ടാമത് പ്രാർത്ഥിപ്പാൻ അത് വെളിപ്പെടുത്താനായിട്ട് ഉള്ള ആ പ്രാഗൽഭ്യത്തിനും അതിൻ്റെ അവസരത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല അതിന് ദൈവം മുഖാന്തരങ്ങളെ തുറന്നു തരാൻ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. തുടർന്ന് പറയുക, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുകയും. അത് കർത്താവിൻ്റെ ദാസനെ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു, കൂടുതൽ ഞാൻ പറയുന്നില്ല. അതിലെനിക്ക് മനസ്സിലായിരിക്കുന്ന വേറൊരു കാര്യം കൂടെ അതിനോട് ആഡ് ചെയ്യാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം ഇന്നിപ്പം നമ്മൾ സുവിശേഷം പറയുകയും അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ എല്ലാവരും നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും രക്ഷിക്കപ്പെടാൻ പോകുന്നവരൊന്നും അല്ല. ഒരുപക്ഷെ അവർ രക്ഷിക്കപ്പെടാനും ദൈവത്തെ അറിയാനും പോകുന്നത് ഇന്നല്ലായിരിക്കും, കുറച്ച് നാൾക്ക് കഴിഞ്ഞിട്ടായിരിക്കും. എന്നാൽ
ഇന്ന് ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ആ വ്യക്തിയെ പരിചയപ്പെടാനും ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ ഞാൻ അദ്ദേഹത്തോടുള്ള ട്രാൻസാക്ഷനിൽ, ഡീലിങ്ങിൽ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ടുള്ള ഒരു നിലയിൽ ഞാൻ അദ്ദേഹത്തോട് ഇടപെട്ടാൽ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ഒരു 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 കരടായിട്ട് അത് കിടക്കുകയും നാളെ ക്രിസ്തുവിൻ്റെ സുവിശേഷം കേൾക്കുകയോ ഈ കൃപയിലേക്ക് വരികയോ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ച ഈ ജീവിത മാതൃക അദ്ദേഹത്തിനൊരു തടസ്സമായി നാളെ തീർന്നേക്കാമെങ്കിൽ അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടെ നമ്മൾ ജീവിക്കേണ്ടേ. ഒരു നഷ്ടമായിരിക്കാം, സാമ്പത്തികമായി ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കേണ്ടതായിരിക്കാം, അല്ലെങ്കിൽ ചില ആർഗ്യുമെന്റ് നമുക്കറിയാമല്ലോ, നമ്മൾ ആർഗ്യുമെന്റ് ജയിക്കാൻ ശ്രമിക്കും. എല്ലാ ആർഗ്യുമെന്റും ജയിച്ചതുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. ചിലയിടത്ത് മിണ്ടാതിരിക്കുന്നത് ഒരു നല്ലൊരു കാര്യമാണ്. തെറ്റായ കാര്യങ്ങൾ, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുകയും നമ്മളെ വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ന്യായം അവിടെ സ്ഥാപിക്കാൻ പോയാൽ അതിനേക്കാളും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ തൽക്കാലം അവിടെ മൗനമായിട്ടിരിക്കാനും അത് ക്രിസ്തുവിൽ നമുക്കുള്ള ആ സൗമ്യതയും സ്നേഹവും വെളിപ്പെടുത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ കഴിയാത്ത ഒരു സാഹചര്യമാണെങ്കിൽ പിന്നെ ഫർദർ ആ സാഹചര്യങ്ങൾ വഷളാക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ ആർഗ്യൂ ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മൾ യു വിൻ ദ ആർഗ്യുമെന്റ് ആൻഡ് ലൂസ് ദ പേഴ്സൺ എന്ന് പണ്ടാരോ പറഞ്ഞിട്ടുള്ളത് ഓർക്കുന്നു. അപ്പോൾ എല്ലാം ഇന്ന് തന്നെ വാദിച്ച് ജയിക്കേണ്ട വിഷയങ്ങളല്ല. ചില കാര്യങ്ങൾ ദൈവം സംസാരിച്ച് തെളിയിക്കേണ്ട കാര്യമുണ്ട് അവരോട്. അപ്പോഴവർക്ക് മനസ്സിലായി, അയ്യോ അന്ന് ആ പാവപ്പെട്ട ദൈവദാസനെ ഞാൻ വെറുതെ പറഞ്ഞല്ലോ, അങ്ങനെ ആയിരുന്നില്ല കാര്യം, അദ്ദേഹം നിരപരാധിയായിരുന്നു, അദ്ദേഹം ഇങ്ങനെ എന്നിട്ട് അദ്ദേഹം തൻ്റെ ഭാഗമൊന്നും സ്ഥാപിക്കാനോ വാദിക്കാനോ പോകാതെ ഇതൊക്കെ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് അവന് മനസ്സിലാകുമ്പോൾ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തോടു കൂടെ തന്നെ അതൊരു അഡീഷണലായിട്ടൊരു സാക്ഷ്യമായിട്ട് തീരാനായിട്ട് ഇടയായിട്ട് തീരും. ഭാര്യമാരോട് പത്രോസ്ലീഹ പറയുമ്പോൾ നിങ്ങളുടെ നടപ്പിനെ കണ്ടറിഞ്ഞ് വചനം കൂടാതെ ക്രിസ്തുവിൽ അവർ ചേർന്ന് വരുവാൻ ഇടയാകും എന്ന് പറയുന്ന ആ നിലയിലുള്ള ഒരു ജീവിത മാതൃക ഭാര്യമാർക്ക് മാത്രമല്ല, സമൂഹത്തിൽ ദൈവം നമ്മളെ വെച്ചിരിക്കുമ്പോൾ ഇതുപോലുള്ള കഷ്ടം നഷ്ടങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് തന്നെ കർത്താവെ ജീവിച്ചോളാം. എന്നാലും ആ വ്യക്തി ക്രിസ്തുവിൽ വരാതെ വണ്ണം നഷ്ടപ്പെട്ടു പോകരുത്. എൻ്റെ ഒരു ബാഡ് എക്സാമ്പിൾ, എൻ്റെ ജീവിതത്തിൽ ഉരുത്തിരിയുന്ന ഒരു ബാഡായിട്ടുള്ള ഒരു കാര്യം നാളെ ക്രിസ്തുവിനെ അവൻ അറിയുന്നതിന് തടസ്സമായി തീരരുതേ എന്നൊരു പ്രാർത്ഥന ഒരു വ്യക്തിക്കുണ്ടാകണം. അല്ലെങ്കിൽ നമുക്കറിയാം ഞാൻ നോക്കി അവൻ രക്ഷിക്കപ്പെടത്തില്ല, എന്നാൽ പിന്നെ അവനോട് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ 4 എണ്ണം പറഞ്ഞേച്ച് പോകാമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ നാളെ അവൻ ക്രിസ്തുവിലേക്ക് വരാനുള്ള വഴി നമ്മൾ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അതും കൂടെ നമ്മൾ ഓർക്കണം. അപ്പോൾ ഈ ജ്ഞാനത്തോടെ പെരുമാറുവിനെന്ന് പറയുമ്പം ചെറിയ ജ്ഞാനമൊന്നും പോരാ, വളരെ വിശേഷമായ ചില ജ്ഞാനങ്ങൾ വേണം. ഈ ഓരോരുത്തരോട് നിങ്ങൾ ഉത്തരം പറയേണ്ടത് എങ്ങനെയെന്ന് അറിയേണ്ടതിന് എന്ന് പറഞ്ഞേക്കുന്നത് വേറൊരു ട്രാൻസ്ലേഷനിൽ വായിക്കുന്നത്, നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കും. ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോടുകൂടിയത് ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ, കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ എന്നുള്ള അത് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല ഈ തുടർന്ന് നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ 10 വ്യക്തികളെ എടുത്ത് അവരോടുള്ള ബന്ധം നമുക്ക് റോമർക്ക് എഴുതുന്ന ലേഖനം 16-ാം അധ്യായത്തിലാണ് ഇതുപോലെ നീണ്ട ഒരു ലിസ്റ്റ് നമ്മളവിടെ കാണുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണ് തുടർന്ന് നമ്മൾ കാണുന്ന 18-ാം വാക്യം വരെ നമ്മൾ കാണുന്നതായിട്ടുള്ള ദൈവവചന ഭാഗം. അവിടെ നമുക്കൊരു കാര്യം കാണാൻ കഴിയും, കർത്താവ് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നവനാണ് എന്നുള്ളതിൻ്റെ വലിയ ഒരു സാക്ഷ്യമാണ് നമുക്ക് തുടർന്ന് ഈ വ്യക്തികളുടെയൊക്കെ പേരെടുത്ത് പറയുമ്പോൾ അവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. കാരണം എനിക്ക് ചില പ്രത്യേക സാഹചര്യത്തിലുള്ള ചില വ്യക്തികളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല എന്നെൻ്റെ മനസ്സിൽ തീരുമാനിക്കുകയും അത് ഞാൻ അങ്ങനെ മനസ്സിൽ ചിന്തിച്ച് ഇങ്ങനെ തീരുമാനിക്കാമെന്നൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ഒരു കാര്യം, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു എന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു തീരുമാനം നിനക്കെടുക്കാൻ പറ്റുകയില്ല. ആ മെസ്സേജാണ് നീ പ്രസംഗിക്കുന്നതെങ്കിൽ ഇങ്ങനൊരു തീരുമാനം എടുക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ നീ സുവിശേഷം പ്രസംഗിക്കരുത്, പുസ്തകം താഴെ വെച്ചേക്കണം. നിന്റെ തീരുമാനമൊക്കെ എടുത്തോ, എന്നാൽ പുസ്തകം താഴെ വെച്ചിട്ട് വേണം ഈ തീരുമാനം എടുക്കാൻ.
നമ്മുടെ വിചാരം ഈ പ്രസംഗിക്കാൻ അവസരം കിട്ടുമ്പം എന്തെങ്കിലുമൊക്കെ ലിമിറ്റ് ഇല്ലാതെ അങ്ങ് വിളിച്ചു പറയുന്നത് മാത്രമാണ് ജീവിതവും ശുശ്രൂഷയെന്ന് വിചാരിക്കുന്നത്. ഒരു വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ കഴിയാത്തത് ഒരുവൻ ക്രിസ്തുവിലായവൻ പുതിയ സൃഷ്ടിയാകുന്നത് പ്രസംഗിക്കുകയും മറ്റുള്ളവരെ അതിനുവേണ്ടി ചലഞ്ച് ചെയ്യുകയും കൃപയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന നമ്മൾ മറ്റുള്ളവരുടെ ബന്ധത്തിലും ഇതേ കാര്യം നമ്മൾ വിശ്വസിക്കാനും അനുവർത്തിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. ഇവിടെ തന്നെ 2-3 വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട്. അവർ ഒരിക്കൽ പാപികളായിരുന്നു, കള്ളന്മാരായിരുന്നു. അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള അവസ്ഥയിലുള്ള വ്യക്തികളെ ദൈവം രൂപാന്തരപ്പെടുത്തി, ദൈവം ഉപയോഗിച്ചു. അല്ലെങ്കിൽ ഒരിക്കൽ സുവിശേഷ വേലയ്ക്ക് യോഗ്യനല്ലായിരുന്നു, പിന്നെ ദൈവം അവനെ രൂപാന്തരപ്പെടുത്തി. അപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ചില വ്യക്തികളെക്കുറിച്ചൊക്കെ പറയുമ്പം, അയ്യോ പണ്ട് 10 വർഷം മുന്നേ ഇയാൾ എന്നോട് ഇങ്ങനെ ചെയ്തിരുന്നു, അന്ന് വളരെ ഇതായിട്ട് ഇടപെട്ടു, അയാളുടെ അടുത്തൊന്നും ഞാൻ മിണ്ടാൻ പോകുന്നില്ല, മതി 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 എന്ന് മുൻകാലത്തുണ്ടായ ചില കാര്യങ്ങളെ മനസ്സിൽ ഓർത്ത് വെച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പല വ്യക്തികളെയും വിലയിരുത്തുന്നത്. എന്നാൽ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ 10 വർഷത്തിനുള്ളിൽ ഈ വ്യക്തിയെ ദൈവം എങ്ങനെ രൂപാന്തരപ്പെടുത്തിയെന്ന് നമുക്കറിയാവോ? നമുക്ക് പലപ്പോഴും അറിയത്തില്ല. നമ്മൾ പറയും ദൈവം എന്നെ രൂപാന്തരപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, നമ്മളെ രൂപാന്തരപ്പെടുത്തിയതുപോലെ തന്നെ ദൈവം എല്ലാവരെയും രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ കാണുമെങ്കിൽ ദൈവം രൂപാന്തരപ്പെടുത്താൻ വന്നപ്പം ദൈവത്തോട് ചില മസിൽ പിടിച്ച് കാണും നമ്മൾ. ഒരുപക്ഷെ നമ്മൾ കുറ്റം ചുമത്തുന്ന ഈ വ്യക്തി അവൻ്റെ കുറ്റം അവന് മനസ്സിലായി. കാരണം വാദപ്രതിവാദത്തിൽ നിൽക്കുന്ന സമയത്തൊന്നും പലരും അവരുടെ കുറ്റം അതുപോലെ സമ്മതിക്കുകയില്ല. എന്നാൽ ദൈവം ഓരോ വ്യക്തികളോടും മനോഹരമായിട്ടും സ്വീറ്റായിട്ടും ദൈവം ഇടപെടുമ്പം ദൈവത്തിന് മാറ്റാൻ കഴിയാത്ത ഒരു വ്യക്തിയുമില്ല. ഈ സുവിശേഷത്തിൻ്റെ മുന്നിൽ, ക്രിസ്തുവിൻ്റെ ക്രൂശിന് മുന്നിൽ, ക്രൂശിലെ സ്നേഹത്തിന് മുന്നിൽ മാറ്റപ്പെടാൻ കഴിയാത്തതായിട്ടുള്ള ഒരു ശക്തിയും ലോകത്തില്ല എന്നുള്ളതാണ് നമ്മൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷത്തിൻ്റെ മാഹാത്മ്യം എന്ന് നമുക്കറിയാം. നോക്കിയാട്ടെ. അപ്പോൾ ഇവിടെ പറയുകയാണ്, ആദ്യം അരിസ്തർഹോസ് അല്ല തീക്കോസിൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹമാണ് ഈ ലെറ്റർ കൊടുത്തത്, എഫേസ്യർക്ക് ലേഖനവും ഇതും കൊടുത്തതെന്ന് നമ്മൾ കർത്താവിൻ്റെ ദാസൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഒനേസിമോസിനെ കുറിച്ച് നമുക്ക് പറയാം. ഒനേസിമോസിന് ഫിലോമോൻ്റെ ലേഖനം എഴുതുമ്പം ഒനേസിമോസ് ആരാണെന്ന് നമുക്കറിയാം. എന്നാൽ നേരത്തെ കക്കുകയും മോഷ്ടിക്കുകയും അല്ലെങ്കിൽ അവിശ്വസ്തനായി തീർന്ന ഒരു വ്യക്തിക്ക് എത്രയൊക്കെ പറഞ്ഞാലും കയ്യടിയും പാട്ടുമൊക്കെ അദ്ദേഹം നല്ലപോലെ ബൈബിൾ വായിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ സാക്ഷ്യം പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഒരാളോട് നമ്മൾ പറയും, എന്നാലും അവൻ്റെ മേത്തൊരു കണ്ണ് വേണം, സൂക്ഷിച്ചോന്നേ പറയത്തുള്ളൂ. കാരണം അവൻ ഇങ്ങനെയാണ് അവൻ്റെ സ്വഭാവം. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയൊക്കെ രൂപാന്തരപ്പെട്ടെന്ന് പറഞ്ഞാലും, എങ്ങനെയൊക്കെ വ്യത്യസ്തനായി എന്ന് പറഞ്ഞാലും അവൻ്റെ ഒരു പക്ഷേ ആ സ്വഭാവം ഉള്ളിൽ കാണും. അതുകൊണ്ട് ആ സംശയദൃഷ്ടിയോടെ മാത്രമേ അവനെ വീക്ഷിക്കാവൂ എന്നുള്ളൊരു നിലയിൽ എത്ര രൂപാന്തരപ്പെട്ട വ്യക്തിയാണെങ്കിലും അവൻ ആൾ ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരെ ആ പഴയ നിലപാട് വെച്ചും പഴയ അവസ്ഥ വെച്ചും പഴയ സ്വഭാവം വെച്ചും തന്നെ മറ്റുള്ളവരെ വിലയിരുത്തുകയും, എന്നാൽ നമ്മൾ സ്വയം നമ്മൾ ശ്രേഷ്ഠരാണെന്നും വിശുദ്ധരാണെന്നും ക്രിസ്തുവിലുള്ള വാഗ്ദത്തങ്ങളൊക്കെ മുറുകെ പിടിക്കുകയും ക്രിസ്തുവിൽ ഞാൻ രൂപാന്തരപ്പെട്ടെന്നൊക്കെ സ്വയം വിശ്വസിക്കും, മറ്റുള്ളവർ രൂപാന്തരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നില്ല. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു പാട്ട്, ഗോഡ് ഈസ് സ്റ്റിൽ വർക്കിംഗ് ഓൺ മീ ടു മേക്ക് മീ വാട്ട് ഐ ഓട്ട് ടു ബി. He took him just a week to make the moon and the stars, sun and the moon and Jupiter and Mars. How loving, patient he must be. He is still working on me. എന്നിൽ ഇന്നും ക്രിസ്തു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ നല്ല വേലയെ ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അത് തികച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു, നമ്മുടെ സഹോദരങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. കർത്താവ് എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ, എൻ്റെ ബലഹീനതകളെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ക്രിസ്തുവിൽ നമ്മൾ വിശ്വസ്തരാണെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന അതേ മെൻറ്റാലിറ്റിയോടെ തന്നെ നമുക്ക് മറ്റുള്ളവരെ കുറിച്ചും പറയാം. അവനൊരു പുതിയ സൃഷ്ടിയാണ്, അവൻ ക്രിസ്തുവിൻ്റെ ദയയാൽ രൂപാന്തരപ്പെട്ടവനാണ്, കാൽവരിയിലെ സ്നേഹം അനുഭവിച്ചവനാണ്. അവന് ഇനി ഒരിക്കലും പഴയതുപോലെ ജീവിക്കാൻ കഴിയത്തില്ല. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ബിജോ ബ്രദർ പറഞ്ഞ പോലെ ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. അവനെ ജഡപ്രകാരം ഞാൻ നോക്കുമ്പം അവനിലെ കള്ളനെയാണ് ഞാൻ കാണുന്നതെങ്കിൽ, അവനിലെ അവിശ്വസ്തനും അല്ലെങ്കിൽ ലോകപ്രകാരമുള്ള ഒരു മനുഷ്യനെയാണ് ഞാൻ കാണുന്നതെങ്കിൽ, ഇന്ന് അവനിൽ ജീവിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്. അവനിലൊരു ക്രിസ്തുവുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം അവനിലുണ്ട്. എന്നിൽ ക്രിസ്തു വസിക്കുന്നത് പോലെ തന്നെ ക്രിസ്തു അവനിലും വസിക്കുന്നു.
അത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പം നമ്മൾ എൻകറേജ് ചെയ്യേണ്ടത് ഏതിനെയാ? ഒരു ദൈവവൈതൽ എന്നുള്ള നിലയ്ക്ക് എൻകറേജ് ചെയ്യേണ്ടത് ഏതിനെയാ? അവന് ആ പഴയ സ്വഭാവം എല്ലാം കംപ്ലീറ്റ് പോയി എന്നൊന്നും നമുക്ക് ആർക്കും സർട്ടിഫൈ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ നമ്മൾ എൻകറേജ് ചെയ്യേണ്ട കാര്യം അവനിലെ പുതിയ മനുഷ്യൻ്റെ അനുഭവത്തെയാണ്, അല്ലാതെ പഴയ മനുഷ്യനാണ് എന്ന് പറഞ്ഞ് അവനെ ചാപ്പ കുത്തി വിടുന്ന ഒരു സീലടിച്ച് വിടുന്ന ഒരു പരിപാടി ഒരിക്കലും സുവിശേഷത്തിനോ സുവിശേഷം വേലയ്ക്കോ അല്ലെങ്കിൽ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കുന്ന ദൈവഭക്തന്മാർക്കോ യോഗ്യമായ കാര്യമല്ല. അങ്ങനെ ചെയ്യുന്നെങ്കിൽ നമ്മൾ പിശാചിൻ്റെ ഏജൻസിയാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. കാരണം ദൈവമക്കളെ സദാ ദൈവസന്നിധിയിൽ അപവാദം പറയുന്ന അപവാദിയെ തള്ളിക്കളഞ്ഞുവല്ലോ എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളൊക്കെ പലതുമുണ്ട്. എന്നാൽ കർത്താവ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു, അവൻ രൂപാന്തരങ്ങളുടെ ദൈവമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അതിനു മീതെ വേറൊരു യാഥാർത്ഥ്യമില്ല. നമുക്കതുപോലെ തന്നെ കാണാൻ കഴിയുന്ന കാര്യമാണ് മർക്കോസിനെ അവനെ ഉപകാരമുള്ളവരെന്ന് തുടർന്ന് തിമത്യോസിൻ്റെ ലേഖനത്തിലൊക്കെ വായിക്കുമ്പം അവിടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം മർക്കോസിനെ കുറിച്ചുള്ള അഭിപ്രായം പൗലോസിന് മാറി. ഒരിക്കൽ ബർന്നബാസിനോട് വളരെ വാക്കുതർക്കം ഉണ്ടാകുകയും അദ്ദേഹത്തെ സുവിശേഷ വേലയ്ക്ക് യോഗ്യനല്ല എന്നുള്ള നിലയ്ക്ക് വിട്ടിട്ട് ശീലാസിനെയും വിളിച്ചുകൊണ്ട് തൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയും പോവുകയും ചെയ്യുന്ന പൗലോസിനെ കുറിച്ച് നമുക്കറിയാം. എന്നാൽ ബർന്നബാസിൻ്റെ മച്ചൂനനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ, അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവീൻ എന്ന് വ്യക്തമായിട്ട് എഴുതിയേക്കുക. അങ്ങനത്തെ ഞാൻ വിചാരിച്ച പോലത്തെ ആളൊന്നും അല്ല. അവനെ ദൈവം രൂപാന്തരപ്പെടുത്തി. ചില കുറവുകളൊക്കെ പണ്ട് എനിക്കതിൽ കാണാമായിരുന്നു, എന്നാൽ അവൻ രൂപാന്തരപ്പെടുത്തി. എന്നാൽ അവസാനത്തെ ലേഖനം പൗലോസ് എഴുതുമ്പോഴും ഈ മർക്കോസിനെ കുറിച്ച് എഴുതുന്നത് നമുക്ക് കാണാനായിട്ട് 2 തിമോത്തിയോസിൽ നമുക്ക്. അപ്പോൾ അതൊരു കാര്യം. അതുപോലെ തന്നെ പൗലോസ് പല സ്ഥലത്തും നമുക്കറിയാം, ഈ തിമോത്തിയോസിന് എഴുതുന്ന 2 ലേഖനങ്ങൾ എഴുതുമ്പോഴും എന്തിനാ അത് എഴുതിയെന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കും. എന്നാൽ 2 ലേഖനത്തിലും ഊന്നി പറയുന്ന ഒരു കാര്യമുണ്ട്. മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് പിന്നെയും ഓർപ്പിക്കുന്ന കാണുന്നുണ്ട്. അവസാനത്തെ ലെറ്ററായിട്ട് എഴുതുക, എന്നാലും എഴുതുന്ന കാര്യം നിനക്ക് ലഭിച്ച ശുശ്രൂഷ നീ നിവർത്തിക്കണം. ഒരു ദൈവഭക്തനോട് പറയാനായിട്ട് ഇതേ ഉള്ളൂ. നീ ഇച്ചിരി വീഞ്ഞു കുടിച്ചോളുക, ഇതൊക്കെ പറയുന്നുണ്ട്. ശാരീരികമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. എൻ്റെ നിജപുത്രനായ തിമോത്തിയോസിനെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ തന്നെയും തനിക്ക് ലഭിച്ച ശുശ്രൂഷ നീ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്, അത് നിവർത്തിക്കണം. നമുക്ക് കർത്താവ് തന്ന, നമുക്കറിയാമല്ലോ, ഇനിയിപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നു, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, എല്ലാ സമയത്തും ഒരുപക്ഷെ നിങ്ങളെ കേൾക്കുന്നവരായിട്ട് മാത്രമല്ല, ദൈവം നിങ്ങൾക്കൊരു വിളിയും ഒരു സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആയിത്തീരാനായിട്ട് ദൈവം ഒരു ഭാരം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ ഒരുക്കപ്പെടുന്ന അനുഭവമായി വചന ശുശ്രൂഷയിലൂടെയൊക്കെ ഉണ്ടാവേണ്ടത്. അല്ലാതെ എന്നും ഒരേ അവസ്ഥയിലിരുന്ന് കേട്ടോളാമെന്ന് പറയുന്നതല്ല. കാരണം കർത്താവ് നമുക്ക് വേലയ്ക്ക് വേണ്ടി ഒരു വിളി, നമുക്ക് ഒരു സ്ലോട്ട് ദൈവം നമുക്ക് മുന്നിയമിച്ചിട്ടുണ്ടെങ്കിൽ അത് നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടണം. നിവർത്തിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് നല്ലതല്ല. കാരണം ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടാതെ പോകും. അതുകൊണ്ട് ആദ്യം നമ്മൾ വായിച്ച വ്യക്തിയോട് പറയുക, അല്ല, നമ്മൾ തുടർന്ന് വായിച്ച് നോക്കിയാട്ടെ, പെട്ടെന്ന് എൻ്റെ ഇതിൽ നിന്ന് പോയി. തീക്കോസ് നിങ്ങളോട് അറിയിക്കുന്നു, നിങ്ങളുടെ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണാം, അയച്ചിരിക്കുന്നു. ഇവിടുത്തെ അവസ്ഥയെല്ലാം അറിയിക്കുക. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞേക്കുക. വേറൊരു കാര്യം അവിടെ ശ്രദ്ധിക്കാൻ കഴിയുന്നത് എപ്പഫ്രാസിനെ കുറിച്ചുള്ള ഒരു പ്രത്യേകത. നമ്മൾ 1-ാം അധ്യായം പഠിച്ചപ്പോൾ നമ്മളെടുത്ത് പഠിച്ചു, എന്നാലും അതൊന്നും കൂടെ എംഫസൈസ് ചെയ്യുക. എപ്പഫ്രാദിത്തോസ് എന്ന് പറയുന്ന ഒരു ആളെക്കുറിച്ച് ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലുള്ളൊരു മോഡൽ ഫിഗറാണ്, ഒരു മോഡൽ ആയിട്ടുള്ള ഒരു ദൈവഭക്തനാണ്, ഹൃദയത്തിൽ രൂപാന്തരം ഉണ്ടായ ഒരു വ്യക്തിയാണ് എപ്പഫ്രാസ് എന്നുള്ളതും നമുക്കവിടെ കാണാനായിട്ട് കഴിയും. എത്രമാത്രം ഒരു വ്യതിയാനവും, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദൈവഹിതം സംബന്ധിച്ചൊക്കെയും നിങ്ങൾ പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയും നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. ഹീസ് റെസ്ലിംഗ് ഇൻ പ്രെയർ. റെസ്ലിങ്ങിനെ കുറിച്ച് നമുക്കറിയാമല്ലോ, എൻ്റെ കുറച്ച് സ്നേഹിതന്മാരൊക്കെ റെസ്ലിംഗ് ചാമ്പ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ റെസ്ലിംഗ് എന്ന് പറയുന്നത് ചില്ലറ പരിപാടിയല്ല, അത് ഒരു വളരെ ശ്രദ്ധയോടെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ റെസ്ലിംഗ് എന്ന് ഉദ്ദേശം. അവൻ പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കുക. ദൈവഹിതത്തിൽ ഒരു ദൈവത്തിൻ്റെ പൈതൽ നിൽക്കേണ്ടതിൻ്റെ ആവശ്യം ഇതിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിങ്ങൾ നിറഞ്ഞു വരണമെന്ന്
ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിങ്ങൾ നിറഞ്ഞു വരണമെന്നും, ദൈവത്തെ അറിയുകയും ദൈവത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ച് ഹൃദയത്തിലൊരു വെളിപ്പാടുള്ളവരായിട്ട് തീരുകയും അവരുടെ ജീവിതത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ, നമുക്കറിയാം ഒരു ക്രിസ്ത്യാനിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് അവൻ എന്തായി തീരും എന്ന് പിന്നീട് അല്ലെങ്കിൽ അതിന് മുഖാന്തരമായി തീരുന്നത്. അപ്പോൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് അറിയാം, എനിക്ക് പരിചയമുള്ള ഒരു എൻ്റെ ഒരു ചേച്ചി എന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു സഹോദരിയുണ്ട്. അപ്പോൾ അവർ കുറേ ഒരു എൻജിനീയറായിരുന്നു. അതേസമയം കോതമംഗലം എൻജിനീയറിംഗ് കോളേജിലൊക്കെ പഠിച്ച് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന് മുന്നോട്ട് വന്നു. അവർക്ക് കുറേ നാളുകൾ ജോലിയില്ലായിരുന്നു. അത് അവർ സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ള ഒരു സുവിശേഷ വേലയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എന്നാൽ തുടർന്ന് അവർക്ക് വിവാഹിതയായി അവർക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞപ്പോൾ 3 ജോലിയാണ് അവർക്ക് കിട്ടിയത്. ഇലക്ട്രിസിറ്റി ബോർഡിൽ കിട്ടി, എൻജിനീയറിംഗ് കോളേജിലെ ലെക്ചറായിട്ട് കിട്ടി, അതുപോലെ തന്നെ വേറൊരു ജോലിയും കൂടെ കിട്ടി. അവരിരുന്നുകൊണ്ട് ആലോചിച്ച് എന്തോ ചെയ്യും. ജോലി കിട്ടിയപ്പോൾ താണ്ട 3 ജോലിയും കൂടെ ഒരുമിച്ച് വന്നേക്കുന്നു. ഇതെന്തോ ചെയ്യണം എന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ ദൈവസന്നിധി പ്രാർത്ഥിക്കും, കർത്താവേ, നിൻ്റെ വേലയ്ക്കും നിൻ്റെ നാമത്തിന് സാക്ഷ്യം വഹിക്കാനും ഏറ്റവും യോഗ്യമായ ഇതെന്താ? ഞാനൊരിക്കൽ അവരുടെ വീട്ടിൽ നടന്ന തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ അവരുടെ വീട്ടിൽ നടന്ന പ്രയറിന് പോയി അറ്റൻഡ് ചെയ്യാൻ ഇടയായിട്ടുണ്ട്. ആ റൂം വലിയൊരു ഹോളാണ് വീടിനുള്ളത്. അതിനുവേണ്ടി തന്നെ അവരുണ്ട്. ആ റൂം നിറച്ച് കോളേജിലെ പിള്ളേർ കടന്നു വന്ന് വചനം കേൾക്കാനായിട്ട്. അതിൻ്റെ പേരിൽ പിന്നീട് അതിനെ പല നിലകളിൽ പീഡിപ്പിക്കപ്പെടാനും പല നിലകളിൽ ഒറ്റപ്പെടുത്തപ്പെടാനും അവർക്കെതിരെ പല ആരോപണങ്ങൾ വരാനും ഒക്കെ ഇടയായിട്ട് തീർന്നു. എന്നാൽ സകലവും ബോൾഡായിട്ട് നിന്ന് ക്രിസ്തുവിൽ സഹിച്ച ആ സഹോദരിയെ ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്ന് അവർ ആ ജോലിയൊക്കെ രാജിവെച്ച് അവരിന്ന് ബോംബെയിൽ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഞാൻ പറയാൻ വരുന്നത്, ഒരു ദൈവ പൈതലിന് സുവിശേഷത്തെക്കുറിച്ചും കർത്താവിൻ്റെ വേലയെക്കുറിച്ചും കാഴ്ചപ്പാടുള്ള ഒരു ദൈവത്തിൻ്റെ പൈതലിന് തീരുമാനങ്ങൾ എടുക്കുമ്പം അതിനനുസാരമായിട്ടും ദൈവനാമ മഹത്വത്തിന് വേണ്ടിയും ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ വലിപ്പത്തിന് വേണ്ടി മാത്രമേ തീരുമാനമെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതിൻ്റെ എക്സ്റ്റൻഷന് വേണ്ടി മാത്രമേ തീരുമാനമെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതിന് വിപരീതമായിട്ട് ഒരു ദൈവത്തിൻ്റെ പൈതലിന് തീരുമാനിക്കാൻ പറ്റുകയില്ല. കർത്താവ്, എനിക്ക് കാശ് കൂടുതൽ ഏത് കിട്ടുന്നതാണ്, എനിക്ക് സൗകര്യം ഏതാണ്? മേൽപ്പറഞ്ഞ ഒരു ജോലി എന്ന് പറഞ്ഞാൽ കൈക്കൂലി ഇഷ്ടം പോലെ കിട്ടുന്നതാ. കൈക്കൂലി കിട്ടാനായിട്ട് വഴികളുള്ളത്. ഇന്നിപ്പം ശമ്പളത്തിൻ്റെ കൂടെ കിമ്പളം കൂടെ കിട്ടും എന്ന് പറഞ്ഞ ആരെങ്കിലും അത് വിടുവോ? ദൈവമക്കൾ തന്നെ വിടുവോ? എനിക്കറിയാം അനേക ദൈവഭക്തന്മാർ തന്നെ അതിൻ്റെ ഒരു പ്രേരണ കൊണ്ട് എനിക്ക് ഇന്നും വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സുവിശേഷം പറഞ്ഞ് ഒരു വ്യക്തി പൂർണ്ണമായിട്ട് ക്രിസ്തുവിൻ്റെ കൃപയിലേക്ക് വന്നു. എന്നാൽ മാസത്തിലൊരിക്കൽ കൊങ്കൺ റെയിൽവേയുടെ വർക്കൊക്കെ ഒന്ന് നടക്കുന്ന സമയത്താണ്. അപ്പം മാസത്തിലൊരിക്കൽ ഈ കോൺട്രാക്ടർ വിളിച്ച് ഒരു എമൗണ്ട് ഈ പറയുന്ന എഞ്ചിനീയർമാർക്കൊക്കെ കൊടുക്കുകയും ഓരോ കുപ്പി ബിയറും കൂടെ കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. അതിന് പോകുന്നത് ശരിയാണോ പാസ്റ്റർ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരിയല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയി വ്യക്തി. എനിക്കറിയാം, വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയി. കാരണം എനിക്കിപ്പോൾ ഒരു ബിയറും അല്ലെങ്കിൽ ഈ പറയുന്ന ഇതുമാണ് എനിക്ക് വേണ്ടത്. കാരണം ഞാനൊരു ദരിദ്ര അവസ്ഥയിൽ നിന്ന് വന്ന വ്യക്തിയാണ്. എനിക്ക് ഇതുപോലുള്ളതാണ് വേണം. നോക്കണമേ, അപ്പോൾ ഏതിനാ പ്രയോറിറ്റി കൊടുക്കുന്നേ? അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് എന്ന് നമുക്കറിയാം. അപ്പം ദൈവഹിതം എന്താണെന്ന് ഇന്ന് പലർക്കും അത് വിഷയമല്ല. ദൈവഹിതം അവർ മനസ്സിലാക്കുന്നത് അവരുടെ ലാഭം എന്നുള്ളതും അവരുടെ ധനപരമായിട്ട് ധനാഗമ മാർഗങ്ങൾ കൂട്ടുക എന്നുള്ളവരുടെ ബന്ധത്തിലും ലോകത്തിൽ ശ്രേഷ്ഠരായി തീരുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് പലപ്പോഴും ദൈവഹിതം മനസ്സിലാക്കുന്ന പലരും. എന്നാൽ കർത്താവ്, ഇത് ദൈവനാമം മഹത്വപ്പെടുമോ, ആത്മീയ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ, നിന്റെ വേലയ്ക്ക് ഇത് ഉപയുക്തമാകുമോ, നിന്റെ സാക്ഷ്യം വഹിക്കാൻ ഇത് ഉപയുക്തമാകുമോ എന്നല്ല പലരും ചിന്തിക്കുന്നതെന്ന് വളരെ ദുഃഖത്തോടെ പറയേണ്ടിയ ഒരു സാഹചര്യമാണ് കടന്നു വന്നേക്കുന്നത്. നോക്കിയാട്ടെ, അതുപോലെ തന്നെ നമുക്കറിയാം അവിടെ ഒരു വ്യക്തിയെ കാണുന്നുണ്ട്, ദേമാസ്. ഞാൻ നേരത്തെ പറഞ്ഞ വാക്യം, ഈ ലാസ്റ്റ് വാക്യം, അർഹിപ്പോസിന് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണമെന്ന് പറവിൻ എന്നുള്ള അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പം ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ലൗദിക്കയിലെ സഹോദരന്മാരും നുംഫയ്ക്കും അവരുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചൊല്ലുവീൻ എന്ന് കാണാം. തുടർന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും, ക്രിസ്തീയമായിട്ടുള്ള സഭ വളരെ പീഡനത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യമാണ് പിന്നെ ഈ ഏഷ്യ മൈനറിൽ ഉണ്ടാകുന്നതെന്നും അന്ന് ആ പീഡനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ലവൂദിക്കയിലെ സഭയെന്ന് പറയുന്നത് ശീതോഷ്ണവാന്മാരുടെ ഒരു സ്ഥലമായി തീർന്നു എന്നുള്ളത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള വാതിൽ തുറക്കപ്പെടുമ്പോൾ തന്നെ നമ്മൾ വായിക്കുന്നു, ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, നിങ്ങൾക്ക് സഫലമായ ഒരു വാതിൽ അവിടെ തുറന്നിരിക്കുന്നു. അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. എന്തായിരുന്നു ആ വാതിൽ? ഗ്രീക്ക് ഭാഷയുടെ
പിന്നെ പ്രചാരണത്തിന് വേണ്ടി അലക്സാണ്ടർ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയുടെ പ്രചാരണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു ഈ ഫിലദൽഫിയ എന്ന് പറയുന്ന സ്ഥലം. അവിടെ നിന്നായിരുന്നു ആ സ്ഥലത്തിന്റെ അതിർത്തിയിൽ നിന്നാണ് തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലൊക്കെ ഗ്രീക്ക് ഭാഷ പ്രചരണാർത്ഥം പോയിക്കൊണ്ടിരുന്ന ചില അല്ലെങ്കിൽ അതിൻ്റെ മിഷൻസ് ഉണ്ടായിരുന്നത് അവിടെയാണ്. അത് പരമേൽപ്പിക്കപ്പെട്ടിരുന്നത് ഈ ദൈവമക്കളായിട്ടുള്ള ചില ആൾക്കാരുടെ കയ്യിലാണെന്നും അങ്ങനെ ഗവൺമെൻറ് ചെലവിൽ ഫ്രീ ആയിട്ട് തന്നെ പോയി ഗ്രീക്ക് ഭാഷയുടെ പ്രചരണാർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ സുവിശേഷം അറിയിക്കാനുള്ള ഒരു വാതിൽ അവർക്ക് വേണ്ടി അവിടെ തുറക്കപ്പെട്ടിരുന്നു എന്നാ വായിക്കുക. അപ്പോൾ സുവിശേഷ വിലയ്ക്ക് വേണ്ടി വാതിൽ തുറക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ഞാൻ പറയാം. ആരും അടയ്ക്കാതെ വേണം തുറക്കാൻ കഴിയുന്ന, മോശയെ കൊട്ടാരത്തിൽ വളർത്തി എന്നൊക്കെ പറയുന്നത് പോലെ അതുപോലുള്ള ചില സംഭവങ്ങൾ 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുണ്ട്. ലവൂദിക്കയിലെ കാര്യം പറയുന്നത് അവർ ശീതോഷ്ണവാനായിട്ട് ഇൻഡിഫറൻ്റ് ആയിട്ട് തീർന്നിട്ട് വേണമെങ്കിൽ കൊള്ളാം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു നിലയിൽ അവരായിത്തീർന്നു. കാരണം ഒരുപക്ഷെ കഷ്ടതയുടെ ആധിക്യം കൊണ്ടോ അല്ലെങ്കിൽ ഭയം കൊണ്ടോ മറ്റ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട വളരെ വളരെ സമൃദ്ധമായ ധാതുക്കളൊക്കെയുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ലവോദിക്ക എന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അവിടുത്തെ ഉറവ വളരെ ഫേമസ് ആയിരുന്നു, ചൂടുള്ള ഉറവ. ഞാൻ ഈ നോർത്ത് ഇന്ത്യൻ ഇതിലൊക്കെ പോയിട്ടുള്ളപ്പം ചൂടുള്ള സൾഫറിൻ്റെ ഉറവയൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലുള്ള ഒരു വെള്ളം ഇങ്ങനെ ധാതു സമ്പൂർണ്ണമായിട്ടുള്ള വെള്ളം ഒഴുകി വരുന്ന ഒരു സ്ഥലമായിരുന്നു അത്. തണുത്ത വെള്ളം ആർക്കും കുടിക്കാൻ പറ്റില്ല. തണുത്ത വെള്ളം കുടിച്ചാൽ ഉടനെ വയറാക്കം വരും. ഒന്നിൽ അത് ചൂടാക്കി കുടിക്കണം, നല്ലപോലെ ചൂടാക്കി. അത് ഇളം ചൂടാണെങ്കിൽ അത് തണുത്തതുമല്ല ചൂടുമല്ല എന്നുള്ള നിലയിലായിരുന്നു ഈ വിശ്വാസികളുടെ അനുഭവം. അവിടുത്തെ ആ പ്രാദേശികമായ അനുഭവത്തോട് ചേർത്ത് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇങ്ങനെയൊക്കെ അവർ പിന്നീട് ആയിത്തീരാനായിട്ട് ഇടയായിട്ടത്. കാരണം വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകാനായിട്ട് എത്ര നേരം വേണം? പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പലപ്പോഴും വിചാരിക്കും നമ്മൾ സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കുകയെന്ന്. എന്നാൽ അധിക നേരം ഒന്നും വേണ്ട, അധിക സമയം വേണ്ട. നമ്മുടെ ആ വിശ്വാസത്തിൽ നിന്നും ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള ഡിവോഷനിൽ നിന്നും ഒക്കെ നമ്മൾ മാറിപ്പോകാൻ അല്പസമയം മതി പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മൾ നിൽക്കുന്നു എന്ന് തോന്നുന്നു വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ എന്ന് മാത്രമല്ലാതെ ഇതിനൊന്നും കൃപയിൽ നമ്മൾ ആശ്രയിക്കുന്നിടത്തോളം അതിൽ നിൽക്കുന്നല്ലാതെ അതിനപ്പുറം ഒരു ഗ്യാരണ്ടിയുള്ള ഒരു അവസ്ഥയിലല്ല പലപ്പോഴും നമ്മളായിരിക്കുന്നത്. നമുക്ക് ഭയത്തോടുകൂടെ അവനിൽ ആശ്രയിക്കാനും നിൽക്കുന്നതും വീഴാതിരിപ്പാൻ നോക്കട്ടെ എന്നുള്ള ഭയനിർദ്ദേശം ഉൾക്കൊണ്ട് തന്നെ അവനോട് ചേർന്ന് ജീവിക്കാനാണ് ദൈവം നമുക്കിടയാക്കുന്നത്. നമുക്ക് ഈ ദിവസങ്ങളിൽ ഇങ്ങനെ നമ്മളെ രൂപാന്തരപ്പെടുത്തുകയും നമ്മളെ സഹായിക്കുകയും നമ്മുടെ ബലഹീനതകൾ വെളിപ്പെടുത്തുമ്പോൾ നമ്മളെ ആ നിലയിൽ ശക്തീകരിക്കുകയും ചെയ്യുന്ന ഈ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം.